Hello, hi, namaskaram. Welcome back to my channel Tips and Trick LTC. It's me, Maya. ഹലോ ഹായ്. അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം HSC മലയാളത്തിൻ്റെ എക്സാം ഡേറ്റ് വന്നു ഓഗസ്റ്റ് 1-നാണ്. അപ്പോൾ എല്ലാവരും പ്രിപ്പറേഷൻസിലായിരിക്കും. ഞാനും കുറേ നാളത്തെ ഒരു ഗ്യാപ്പിന് ശേഷമാണ് വീണ്ടും വരുന്നത്. പ്രഗ്നൻസി ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ഡിലേ ആയിപ്പോയി. അപ്പോൾ ഞാൻ കരുതി ഞാനിപ്പോൾ പഠിച്ചു തുടങ്ങുന്ന ആ ഒരു മോഡലിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ടാണ് കുറേ നാളിന് ശേഷം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് 2 പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ്. ഒന്ന് നമ്മുടെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, രണ്ടാമത്തത് എഴുത്തച്ഛൻ പുരസ്കാരം. നമുക്കൊരു 2020 തൊട്ട് 24-25 കാലഘട്ടം ഉള്ളിൽ എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കിട്ടിയിട്ടുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നോക്കാം. അത് എല്ലാ മേഖലയിലെ കവിത ആയാലും നോവലായാലും അതേപോലെ യാത്രാവിവരണമായാലും ബാലസാഹിത്യ ആയാലും ഈ ഒരു മേഖലയിലൊക്കെ നമുക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ 2020 തൊട്ട് കേരള സാഹിത്യ അക്കാദമി കവിതയ്ക്ക് കിട്ടിയിട്ടുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് നോവലിലേക്ക് കടക്കാം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഫസ്റ്റ് കവിതയ്ക്ക് കിട്ടിയിട്ടുള്ളത് 1959 കളിയച്ചൻ എന്ന് പറഞ്ഞ കവിതയ്ക്കാണ്. പി കുഞ്ഞിരാമൻ നായരുടെ കളിയച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്കാണ് ആദ്യമായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 2020 OP സുരേഷിൻ്റെ താജ്മഹൽ എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയത്. 2020 OP സുരേഷിൻ്റെ താജ്മഹൽ എന്ന് പറഞ്ഞ കവിതയ്ക്കാണ്. 2021 അൻവർ അലിയുടെ മെഹബൂബ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്കാണ് 2021 കേരള സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. അതേപോലെ 2022 കടലാസ് വിദ്യ എന്ന് പറഞ്ഞ കവിതയ്ക്ക് NJ ഉണ്ണികൃഷ്ണന്റെ കടലാസ് വിദ്യ എന്ന് പറഞ്ഞ കവിതയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അടുത്ത് വരുന്നത് 2023 കൽപ്പറ്റ നാരായണനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുത്ത കവിതകൾ എന്ന് പറഞ്ഞ സമാഹാരത്തിനാണ് ആ ഒരു പുരസ്കാരം ലഭിച്ചത്. 2024 K ജയകുമാറിന്റെ പിങ്കള കേശിനി എന്ന് പറഞ്ഞിട്ടുള്ള കവിതയ്ക്കാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. ഇപ്പൊ കവിതകൾക്കുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. 2021 തൊട്ട് 2024 വരെ ഉള്ളതാണ് പറയുന്നത്. അടുത്തത് നോവലാണ്. ഫസ്റ്റ് 1958 ആണ് ആദ്യമായിട്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. നമുക്ക് ഏറെ പ്രശസ്തമായിട്ടുള്ള ഏറ്റവും കൂടുതൽ നമ്മൾ അറിയപ്പെടുന്ന ഒരു നോവലിന് തന്നെയാണ് അവാർഡ് കിട്ടിയിട്ടുള്ളത്. ഉറൂബിന്റെ ഉമ്മാച്ചുവിനാണ് ആദ്യത്തെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 2020 ഉണ്ണിയാറിന്റെ വാങ്ക് എന്ന് പറഞ്ഞ നോവലിനാണ് അവാർഡ് ലഭിച്ചത്. 2021 BM ദേവദാസിന്റെ വഴി കണ്ടുപിടിക്കുന്നവർ എന്ന നോവലിനാണ് അവാർഡ്. 2022 മുഴക്കം PF മാത്യൂസിന്റെ മുഴക്കം എന്ന് പറഞ്ഞിട്ടുള്ള നോവലിനാണ് അവാർഡ്. 2023 ഹരിത സാവിത്രി എന്ന് പറഞ്ഞിട്ടുള്ള എഴുത്തുകാരിയുടെ സിൻ എന്ന നോവലിനാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മളപ്പോൾ കവിതയും നോവലും മാത്രമാണ് നോക്കിയത്. വിമർശനങ്ങൾക്ക് അവാർഡുണ്ട്, അതേപോലെ തന്നെ കഥയ്ക്ക്, കവിതയ്ക്കും, നോവലിനും, യാത്രാവിവരണത്തിനും, ബാലസാഹിത്യത്തിനും ഒക്കെ കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്ക് അവാർഡുകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കാരണം നമ്മൾ ഹരിത സാവിത്രി എന്നൊക്കെ പറയുന്നത് ഈ പുതിയ കാലത്തിൻ്റെ എഴുത്തുകാരിയൊക്കെയാണ്. അപ്പോൾ അവരുടെ നോവലിൻ്റെ പേര് എന്ന് പറയുന്നത് സിൻ എന്ന് പറഞ്ഞ നോവലാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ചിലപ്പോൾ അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റണം. അടുത്തത് നമുക്കിനി എഴുത്തച്ഛൻ പുരസ്കാരം നോക്കാം. ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളൊരു സാഹിത്യ അക്കാദമി അവാർഡാണ് എഴുത്തച്ഛൻ പുരസ്കാരം എന്ന് പറയുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് 1993 ശൂരനാട് കുഞ്ഞമ്പിള്ളയാണ് അല്ലെ. അതേപോലെ തന്നെ ആദ്യമായിട്ട് എഴുത്തച്ഛൻ അവാർഡ് വാങ്ങിയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. ആദ്യ വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. ബാലാമണി അമ്മയുടെ മലയാള സാഹിത്യത്തിനുള്ള സമഗ്ര സംഭാവനയ്ക്കാണ് 1995 ബാലാമണി അമ്മയ്ക്ക് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്.
നോക്കുക. ആദ്യമായിട്ട് പുരസ്കാരം ലഭിച്ചത് 1993 ചുവർനാട് കുഞ്ഞമ്പിള്ളക്കാണ്. എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ള ആദ്യ വനിത എന്ന് പറയുന്നത് ബാലാമണി അമ്മയാണ്. അപ്പോൾ നമുക്ക് നോക്കാം 2020 തൊട്ട് 2024 വരെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ആർക്കൊക്കെയാണെന്നുള്ളത്. 2020 സക്കരയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2021 പി വത്സലയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം സക്കരയും പി വത്സലയൊക്കെ എഴുത്തുകളും കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ പി വത്സലയുടെ പ്രധാനപ്പെട്ട കഥകൾ എന്നൊക്കെ നോവൽ എന്നൊക്കെ പറയുന്നത് നെല്ല്, വിലാപം, കൂമൻ കൊല്ലി എന്ന് പറഞ്ഞിട്ടുള്ളതൊക്കെയാണ് പ്രധാന കൃതികളായിട്ട് വരുന്നത്. 2022 സേതുവിനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ മലയാളത്തിൻ്റെ സുവർണ കഥകൾ, അതേപോലെ പാണ്ഡവപുരം, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ട് വരുന്നതാണ്. 2023 SK വസന്തനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. SK വസന്തൻ 2023 അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ നമ്മൾ നടന്ന വഴികൾ, കൂടെയല്ല ജനിക്കുന്ന നേരത്തുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളൊക്കെയാണ്. അപ്പോൾ കൃതികളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. പക്ഷെ വർഷം നമുക്ക് എന്തായാലും ഓർമ്മയുണ്ടായിരിക്കണം. 2023 വസന്തൻ. 2024 NS മാധവനാണ് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം NS മാധവൻ്റെ ഒക്കെ പ്രധാനപ്പെട്ട കൃതികളൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതാണല്ലേ. ഒന്ന് ഹിക്വിറ്റ, തിരുത്ത്, അതുപോലെ ലണ്ടൻ ബത്തേരിയിലെ ലുത്തിയനിയകൾ, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികളായിട്ട് വരുന്നതാണ്. 2020 സക്കറിയ, 2021 പി വത്സല, 2022 സേതു, 2023 SK വസന്തൻ, 2024 NS മാധവൻ. അപ്പം ഇത്രയും ആൾക്കാർ വർഷം നമ്മൾ കൃത്യമായിട്ട് ഓർത്തെടുക്കുക. എഴുത്തച്ഛൻ പുരസ്കാരമൊക്കെ നമുക്ക് അറിയാം, HSA മലയാളം ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ് പുരസ്കാരങ്ങളൊക്കെ. അപ്പോൾ 2 പുരസ്കാരങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് എഴുത്തച്ഛൻ പുരസ്കാരവും, രണ്ടാമത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡും. അപ്പോൾ അത് ആർക്കൊക്കെയാണ് കിട്ടിയത്, ഏതൊക്കെയാണ് വർഷം എന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. പുരസ്കാരങ്ങൾ എന്തായാലും ചോദിക്കാറുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അതുകൊണ്ടാണ് പുതിയ 20 മുതൽ 24 വരെയുള്ള കാലഘട്ടങ്ങളിലുള്ള പുരസ്കാരങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രീതിയിൽ പഠിക്കുക. ഇനി കുറച്ച് മാസങ്ങൾ മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.